സോ ഹേ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ. സോ നമ്മൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. സോ ഒരു 3 വർഷം മുമ്പ് നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോപ്പ് 5 ഇന്ത്യൻ സൂപ്പർ ഹീറോസ് ഇൻ മൂവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ നമുക്ക് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഒരു വീഡിയോ. ആൻഡ് വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ബ്രോ പുള്ളിയുടെ പേരൊന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹായ് ബ്രോ. പേര് പറയാത്തത് ബ്രോയുടെ പേര് വായിച്ചിട്ട് ഞാൻ പറയുമ്പോൾ വേറെ വല്ലതും ആയി പോകും. ഞാൻ അതുകൊണ്ടാണ് പേര് പറയാത്തത്. എന്തായാലും ആ കമൻറ്റ് ഞാനൊന്ന് ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ കൊടുത്തേക്കാം. സോ ഒരുപാടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. This is me, Vadradi, and today we are going to talk about top 5 sci-fi or fantasy movie franchises. So guys, വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ ഒരു വീഡിയോയുടെ ഈ ഒരു ഫിലിം ഫ്രാഞ്ചൈസി ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഫിലിം ഫ്രാഞ്ചൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റസി സൈഫൈ ഫിലിം ഫ്രാഞ്ചൈസീസിനെയാണ് ഞാൻ ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊരു പാർട്ട് 1 മാത്രമാണ്. ഈ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം റെസ്പോൺസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു പാർട്ട് 2 എന്ന് പറഞ്ഞ് ഒരു വീഡിയോയും കൂടെ നമുക്ക് ചെയ്യാം. കാരണം അത്രയ്ക്കധികം മൂവി ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ആൻഡ് അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ കുറേ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ഫ്രാഞ്ചൈസീസിനെയാണ് ഞാൻ ലിസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു എന്താ പറയുക മൂവി ഫ്രാഞ്ചൈസീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ടോപ്പ് 5 മൂവി ഫ്രാഞ്ചൈസീസ് സൈഫൈ ഓർ ഫാൻറ്റസി മൂവി ഫ്രാഞ്ചൈസീസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയുടെ ലിസ്റ്റിൽ ടോപ്പ് 5 വരുന്ന സിനിമയാണ് ട്രാൻസ്ഫോമേഴ്സ്. സോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വണ്ടിപ്രാന്തന്മാർക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവി ഫ്രാഞ്ചൈസിയാണ്. ഞാൻ അത്രയ്ക്കധികം വണ്ടിപ്രാന്തനല്ലാത്തതുകൊണ്ടായിരിക്കണം ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി എനിക്ക് അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടമാണ്. ബട്ട് പിന്നീട് അങ്ങോട്ട് വരുന്ന മൂവി ഫ്രാഞ്ചൈസിൻ്റെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ടോപ്പ് 5 ഇട്ടിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒക്കെ ഒരു റാങ്കിങ് ആയി ഈ ഒരു സീരീസിന് കൊടുക്കാം. സോ എൻ്റെ ടോപ്പ് 5 വരുന്ന ഫിലിം ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. സോ ഓട്ടോബോട്ട്സും ഡിസെപ്റ്റിക്കോൺസ് എന്ന് പറയുന്ന 2 ഏലിയൻ റോബോട്ട് സ്പീഷീസുകൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. എന്നാൽ ആ ഒരു യുദ്ധം എങ്ങനെയോ ഭൂമിയിലേക്കും വന്നിരുന്നു. തുടർന്ന് ഭൂമി നശിക്കാൻ പോകുമെന്ന് മനസ്സിലാക്കുന്ന ഓട്ടോബോട്ട്സ് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ മനുഷ്യർക്ക് അവരുടെ മനുഷ്യരാശി തന്നെ നശിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ഓട്ടോബോട്ട്സിന്റെ കൂടെ നിന്ന് ഡിസെപ്റ്റിക്കോൺസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന സംഭവബഹുലമായ കഥയാണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന മൂവി ഫ്രാഞ്ചൈസിലൂടെ കാണുന്നത്. മൊത്തം 7 സിനിമകൾ വരുന്ന ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി 2007 സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇപ്പോഴും ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൊത്തം 7 സിനിമകളാണ് ഈ ഒരു ഫ്രാഞ്ചൈസിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ട്രാൻസ്ഫോമേഴ്സ്, രണ്ടാമത്തേത് ട്രാൻസ്ഫോമേഴ്സ് റിവെഞ്ച് ഓഫ് ദ ഫോളൻ, മൂന്നാമത്തേത് ട്രാൻസ്ഫോമേഴ്സ് ഡാർക്ക് ഓഫ് ദ മൂൺ, നാലാമത്തേത് ഏജ് ഓഫ് എക്സ്റ്റൻഷൻ, അഞ്ചാമത്തേത് ദ ലാസ്റ്റ് നൈറ്റ്, ആറാമത്തേത് ബംബിൾ ബി എന്ന് പറയുന്നത് ഒരു സോളോ മൂവിയാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഏഴാമത്തേത് റൈസ് ഓഫ് ദ ബീസ്റ്റ്. സോ മൊത്തം ഈ 7 സിനിമകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഒരു കണക്ക് പ്രകാരം 7ാമത്തെ സിനിമ കഴിഞ്ഞ വർഷമാണ് റിലീസ് ചെയ്തത്. അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ആ ഒരു സിനിമയ്ക്ക് കിട്ടിയത്. ആൻഡ് എനിക്ക് ആ ഒരു സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നൈസ് ആയിരുന്നു. സോ ഈ ഒരു സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സിനിമ ഏതാണെന്നുള്ള കാര്യം മറക്കാതെ കമന്റിലൂടെ അറിയിക്കുക. സോ ഈ ഒരു ലിസ്റ്റിൽ ടോപ്പ് 5 വന്നിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ടോപ്പ് 5 ഫാൻറ്റസി ഓർ സൈഫൈ മൂവി ഫ്രാഞ്ചൈസിയുടെ ടോപ്പ് 4 വരുന്ന ഫ്രാഞ്ചൈസിയാണ് സ്റ്റാർ വാർസ്. ഇന്ത്യയിൽ അധികം ഫാൻ ബേസ് ഇല്ലാത്ത ഒരു സീരീസാണ് അല്ലെങ്കിൽ ഒരു മൂവി ഫ്രാഞ്ചൈസിയാണ് ഈ പറയുന്ന സ്റ്റാർ വാർസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ എസ്പെഷ്യലി ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് സ്റ്റാർ വാർസ് എന്ന് പറയുന്നത്. പലരും ഈ ഒരു ഫ്രാഞ്ചൈസി കാണാത്തവരുന്നത് 1977 മറ്റോ ആണ് ഇതിൻ്റെ ഫസ്റ്റ് സിനിമ റിലീസ് ചെയ്യുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തൊക്കെ ഒരു വേറെ ലെവൽ സാധനമാണ്. ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള ഓൾറെഡി നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, ഒരു റിവ്യൂ പോലെ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തൊക്കെ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ ഇതിൻ്റെ ഒരു 1 ലൈൻ എന്ന് നോക്കുവാണെങ്കിൽ ഗലാക്ടിക് എംപയർ എന്ന് പറയുന്ന ലോകം മൊത്തം ഇങ്ങനെ വിടർന്ന് നടക്കുന്ന ഒരു എംപയർ ഉണ്ടായിരുന്നു. ഈ എംപയർ ഭരിക്കുന്ന ഒരു എംപററും ഉണ്ട്. സോ ഈ എംപറർ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരാളാണ്. സോ പുള്ളിക്ക് ഒരു വലങ്കൈ ഉണ്ട്. അങ്ങേരാണ് ഡാർത്ത് വേഡർ. ഡാർത്ത് വേഡർ എന്ന് പറയുന്നത് ഈ ഒരു സീരീസിലെ തന്നെ മോസ്റ്റ് ഫാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. പുള്ളി വില്ലൻ ആണെങ്കിൽ പോലും വില്ലന്മാർക്ക് ഒരു വലിയ ഫാൻ ബേസ് ഉള്ള നാടാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. സോ ഈ അത്രയ്ക്കധികം ഫാൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഡാർത്ത് വേഡർ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഡാർത്ത് വേഡറിനും എംപററിനുമെതിരെ ഒരു റെബലിൽ നയിക്കുന്ന ക്യാരക്ടറാണ് പ്രിൻസസ് ലിയ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു റെബലിലേക്ക് എങ്ങനെയോ കടന്നു വരുന്ന ലൂക്കിനെയും ഹാൻസോളെ എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സും തുടർന്ന് ഇവരൊരു ടീം ഫോം ചെയ്യുകയും എംപററിനെതിരെ റെബല്യൻ നയിക്കുകയും തുടർന്ന് ജേഡായി എന്ന് പറയുന്ന യോദ്ധാക്കളെയും സ്കൈ വാസ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൈൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫാമിലിയെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഗംഭീര സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്ന ഒരു മൂവി ഫ്രാഞ്ചൈസി തന്നെയാണ് സ്റ്റാർ വാർസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഒരുപാടധികം സിനിമകളും ഒരുപാടധികം സീരീസുകളും ആനിമേറ്റഡ് ഷോസും അതേപോലെ ഷോർട്സും അങ്ങനെ തുടങ്ങി ഒരുപാട് സാധാരണങ്ങളുണ്ട് ഈ ഒരു സീരീസിന് ബേസ് ചെയ്തിട്ട്. ഇതൊരു വലിയൊരു ഫ്രാഞ്ചൈസിയാണ്. വലിയൊരു ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പം
എനിക്കൊന്ന് മാർവലിനേക്കാളും വലിയൊരു ഫ്രാഞ്ചൈസി തന്നെയാണ് ഇതെന്ന് പറയാം. കാരണം മാർവലൊക്കെ മുമ്പേ ഇറങ്ങിയൊരു സാധനമാണ് ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ മൊത്തം 3 ട്രിലോജീസ് ആണ് ഉള്ളത്. അതിലെ ഒറിജിനൽ ട്രിലോജി എന്നും പ്രീക്വൽ ട്രിലോജി എന്നും സീക്വൽ ട്രിലോജി എന്ന് പറഞ്ഞ് 3 ആയിട്ട് മാറ്റി വെക്കാം. ഒറിജിനൽ ട്രിലോജിയാണ് ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു ട്രിലോജിയിലെ മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർ വാർസ് എ ന്യൂ ഹോപ്പ്, ദ എംപയർ സ്ട്രൈക്ക് ബാക്ക്, പിന്നെ റിട്ടേൺ ഓഫ് ദ ജെഡി. ആൻഡ് പ്രീക്വൽ ട്രിലോജി ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റാർ വാർസ് ദ ഫാൻറ്റം മെനൻസ്, അതേപോലെ അറ്റാക്ക് ഓഫ് ദ ക്ലോൺസ്, അതേപോലെ തന്നെ റിവെഞ്ച് ഓഫ് ദ സിത്ത്. ഇനിയും ഇതിൻ്റെ സീക്വൽ ട്രിലോജി ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റാർ വാർസ് ദ ഫോഴ്സ് അവേക്കൺ, ദ ലാസ്റ്റ് ജെഡി, റൈസ് ഓഫ് ദ സ്കൈവാർക്ക്. സോ ഈ ഒരു 3 ട്രിലോജിയിലെ തന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രിലോജി എന്ന് പറയുന്നത് ഇതിൽ പ്രീക്വൽ ട്രിലോജിയാണ്. ഒരു വേറെ ലെവൽ സാധനമാണിത്. സോ ഈ ഒരു 3 ട്രിലോജി കൂടാതെ 2 ആന്തോളജി ഫിലിംസ് കൂടെ ഉണ്ട്. റോഗ് വൺ എ സ്റ്റാർ വാർ സ്റ്റോറിയും സോളോ എ സ്റ്റാർ വാർ സ്റ്റോറി എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് ഈ പ്രീക്വൽ ട്രിലോജിക്കും ഒറിജിനൽ ട്രിലോജിക്കും ഇടയിൽ നടക്കുന്ന കഥയാണ് ഈ പറയുന്ന ആന്തോളജി ഫിലിംസിലൂടെ പറയുന്നത്. അതേപോലെ ഈ കൂട്ടത്തിൽ എനിക്കധികം മോശമായിട്ട് തോന്നി അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു ട്രിലോജി എന്ന് പറയുന്നതും ഇതിൻ്റെ സീക്വൽ ട്രിലോജിയാണ്. എനിക്ക് അത്രയ്ക്കധികം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ കൂട്ടത്തിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഈ പറയുന്ന സീക്വൽ ട്രിലോജി തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ അടുത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വേൾഡ് ബിൽഡിംഗ് ആണ്. ഒരു അന്യായ വേൾഡ് ബിൽഡിംഗ് ആണ്. അത്രയും ഈ പറയുന്ന പോലെ ഒരു യൂണിവേഴ്സ് മൊത്തം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വേൾഡാണ്. ഇതിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഓരോ ഗ്രഹങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യും, അവിടുത്തെ സ്പീഷീസിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യും, ഏലിയൻസിനൊക്കെ ഒന്നും പറയണ്ട. UFOസും ഒരുപാടധികം വാർഷിപ്സും ഒക്കെ വെച്ചുകൊണ്ടൊരു ഗംഭീര സാധനമാണ്. കാണാത്തവരുടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക തന്നെയാണ്. ഇതിനകത്ത് ഒരു 1-2 ഫാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക്. ഒന്നെന്ന് പറയുന്നത് ഒബി-വൻ കെനോബി, 2 ഡാർത്ത് വേഡർ അല്ലെങ്കിൽ അനാക്കൺ സ്കൈവാക്കർ. രണ്ടും വേറെ ലെവൽ ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. സോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ടോപ്പ് 5 ഫാൻറ്റസി ഓർ സൈഫൈ മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിലെ ടോപ്പ് 3യിൽ വരുന്ന മൂവി ഫ്രാഞ്ചൈസിയാണ് ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്നത്. സോ ഫാൻറ്റസി മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് കണ്ടു നോക്കേണ്ട ഒരു മൂവി ഫ്രാഞ്ചൈസിയാണ് ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്നത്. ഒരു അന്യായ വേൾഡും അതിൻ്റെ അകത്ത് ഒരുപാട് ക്രീച്ചേഴ്സും ഒരുപാട് തരത്തിലുള്ള ലിവിങ് ബീങ്സും ഒക്കെ വെച്ചുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിടിലൻ വേൾഡ് ഒന്നും പറയേണ്ട. അതുപോലെ തന്നെ ഒരു നല്ല സ്റ്റോറി ലൈനും ഒക്കെ വെച്ച് ബേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിടിലൻ മൂവി ഫ്രാഞ്ചൈസി തന്നെയാണ് ഈ പറയുന്ന ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്നത്. ഫ്രെഡോ എന്ന് പറയുന്ന ഒരു ഹോബിറ്റിന് ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള ഒരു റിങ് കിട്ടുന്നു. എന്നാൽ ആ റിങ്ങിന്റെ ഉടമയോ ഈവൻ ലോർഡായിട്ടുള്ള ലോർഡ് സൗറോൺ. തുടർന്ന് ലോർഡ് സൗറോൺ ഈ ഒരു റിങ് എടുക്കാനായി ശ്രമിക്കുന്നതും എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് ഫ്രെഡോയും ഫ്രെഡോയുടെ കൂട്ടരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു മോതിരം നശിപ്പിക്കാൻ വേണ്ടി പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവപരമായ കഥയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ കാണുന്നത്. ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിലൂടെ കണ്ടുവരുന്നത്. സോ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് മൊത്തം 2 ട്രിലോജീസിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒന്ന് ലോർഡ് ഓഫ് ദ റിങ്സ് ട്രിലോജിയും 2 ഹോബിറ്റ് ട്രിലോജിയും പിന്നീട് ഒരു സീരീസ് കൂടെ ഉണ്ട്, അതാണ് റിങ്സ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. സോ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ബുക്ക് അഡാപ്റ്റേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു മൂവി ഫ്രാഞ്ചൈസി തന്നെയാണ്. ജോൺ റൊണാൾഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പുള്ളിയുടെ ക്രിയേറ്റിവിറ്റിയിൽ മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു ഗംഭീര സീരീസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ പറയുന്ന ലോർഡ് ഓഫ് ദ റിങ്സിലൂടെ പറഞ്ഞു പോകുന്നത്. സോ ഈ ഒരു സീരീസിൽ മൊത്തം 2 ട്രിലോജീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ഒന്ന് ലോർഡ് ഓഫ് ദ റിങ്സ് ട്രിലോജിയാണ്. അതിൽ വരുന്ന സിനിമകളാണ് ലോർഡ് ഓഫ് ദ റിങ്സ്, ഫെലോഷിപ്പ് ഓഫ് ദ റിംഗ്, പിന്നീട് ദി 2 ടവേഴ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഫിലിം, മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ദി കിങ്. ഇതുകൂടാതെ ഹോബിറ്റിനും ഈ പറയുന്ന പോലെ 3 സിനിമകളുണ്ട്. അതേപോലെ തന്നെ ഒരു സീരീസ് ഉണ്ട് റിങ്സ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിന് ഇതിൻ്റെ അകത്തൊരു ഇതെല്ലാം ക്യാരക്ടർ ഉണ്ട്. ഗൻഡാൾഫ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ഗൻഡാൾഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഫാൻ ഫേവറേറ്റ് ഉള്ള ക്യാരക്ടർ ഏതാണെന്നുള്ള കാര്യം മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. സോ ടോപ്പ് 5 മൂവി ഫ്രാഞ്ചൈസീസ് ലിസ്റ്റിലെ ടോപ്പ് 2യിൽ വരുന്ന സിനിമയാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫാൻറ്റസി മൂവീസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ഗംഭീര മൂവി ഫ്രാഞ്ചൈസി തന്നെയാണ് ഈ പറയുന്ന പോലെ ഹാരി പോട്ടർ എന്ന് പറയുന്നത്. അനാഥനായ ഹാരിക്ക് തൻ്റെ 11ാം വയസ്സിൽ തൻ്റെ ഉള്ളിലുള്ള മാജിക് പവേഴ്സിനെ തിരിച്ചറിയുന്നു. തുടർന്ന് തൻ്റെ മരിച്ചുപോയ അമ്മയും അച്ഛനും വിസാർഡ്സ് ആണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ താൻ ഇവിടെയല്ല ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഹാരി ഈ വേൾഡ് വിട്ട് ഒരു മാജിക് വേൾഡിലോട്ട് പോവുകയും തുടർന്ന് അവിടെയുള്ള മാജിക് സ്കൂളായിട്ടുള്ള ഹോഗ്വാർട്സിൽ പഠിക്കാനായി തുടങ്ങുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ തൻ്റെ അമ്മയും മരിച്ചതല്ല പകരം കൊന്നതാണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ ഡീമൻ ലോർഡായിട്ടുള്ള ലോർഡ് വോൾഡമോർട്ടിനെ കുറിച്ചൊക്കെ അറിയുകയും തുടർന്ന് ഹാരിയുടെ ലൈഫിൽ നടക്കുന്ന സംഭവപരമായ കഥയാണ് നമ്മൾ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിലൂടെ കാണുന്നത്. സോ 8 സിനിമകൾ വരുന്ന ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിയും ഈ പറയുന്ന പോലെ ഒരു ബുക്ക് അഡാപ്റ്റേഷൻ തന്നെയാണ്. JK റൗളിൻ എഴുതിയിട്ടുള്ള ഹാരി പോട്ടർ ബുക്ക് ഫ്രാഞ്ചൈസിയിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ കാരണം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ക്രഷ് ഈ ഒരു സീരീസിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ക്രഷ് ഈ പറയുന്ന ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി ഉണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ എമ്മ വാട്സൺ അവതരിപ്പിച്ചിട്ടുള്ള ഹെർമോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻ്റെ കുഞ്ഞിലത്തെ ഒരു സെലിബ്രിറ്റി ക്രഷൊക്കെ ആയിരുന്നു. എന്നിട്ട് കാര്യമില്ല.
സോ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി മൊത്തം 8 സിനിമകളാണുള്ളത്. അതിന് ഏതൊക്കെയാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞ് വെറുതെ കുളമാക്കുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. സോ ടോപ്പ് 5 മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിലെ ടോപ്പ് 1 പോകുന്നതിന് മുമ്പായിട്ട് 2 ഹോണറബിൾ മെൻഷൻസും കൂടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടെ നോക്കിയേക്കാം. സോ അതിലൊന്നാമത്തെ മൂവി ഫ്രാഞ്ചൈസിയാണ് DC EO. സോ DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് ഹോണറബിൾ മെൻഷനിലോട്ട് മാറ്റിയെന്ന് പറയാൻ കാരണം, ഇതിൻ്റെ നമ്മളൊരു വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടോപ്പ് 5 സിനിമാറ്റിക് യൂണിവേഴ്സസ് എന്നൊക്കെ പറഞ്ഞ്. സോ ആ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഹോണറബിൾ മെൻഷൻ്റെ അകത്തോട്ട് ഈ പറയുന്ന പോലെ DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സിനെ മാറ്റിയിട്ടുള്ളത്. DC കോമിക്സിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുള്ള WB പ്രൊഡക്ഷൻ ചെയ്യുന്ന മൂവി ഫ്രാഞ്ചൈസിയാണ് ഈ പറയുന്ന DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സാക് സ്നൈഡർ എന്ന് പറയുന്ന ഒരു കിടിലൻ ഡയറക്ടറിൻ്റെ വിഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സ് തന്നെയാണ് DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അവസാനത്തെ സിനിമ ഒരുമാതിരി ഇഞ്ചിമോ ആക്കി കളഞ്ഞു എന്നുള്ളത് മറ്റൊരു സത്യം. ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി ഇത്രയും അതമ്പതിക്കാൻ കാരണം ഈ പറഞ്ഞ പോലെ WB ആണെന്ന് തന്നെ പറയണം. ഉമ്മറയിൽ നല്ല സാധനങ്ങളുണ്ടെങ്കിലും WB ഒന്നിനും സമ്മതിക്കത്തില്ല. അങ്ങനെ ഈ ഒരു സീരീസ് ഇപ്പം അവിടെ കഴിഞ്ഞു. പകരം ഇപ്പോൾ WBയും ഡിസ്കവറിയും തമ്മിലുള്ള മെർജിങ്ങിന് ശേഷം DC ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജെയിംസ് ഗൺ ആണ് ആ ഒരു സ്റ്റുഡിയോസിൻ്റെ CEO എന്ന് പറയുന്നത്. അങ്ങനെ ജെയിംസ് ഗൺ പുള്ളിയുടെ ഒരു യൂണിവേഴ്സ് മേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്, DC യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ അതിലെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള സൂപ്പർമാൻ ലെഗസിയുടെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ അറിയാം അതെങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷഡ്ഡി ഇട്ട സൂപ്പർമാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഗുമ്മായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കാം. സോ എന്തായാലും ഈ ഒരു ഹോണറബിൾ മെൻഷൻ്റെ അകത്ത് ആദ്യം വരുന്നത് DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് തന്നെയാണ്. സോ രണ്ടാമത്തെ ഹോണറബിൾ മെൻഷൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, MCU അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്. മാർവൽ കോമിക്സും അതേപോലെ ഡിസ്നിയും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന MCU ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 34 സിനിമകളും ഒരുപാട് സീരീസുകളും ഒക്കെ വെച്ച് ഒരു കിടിലൻ വേൾഡ് ബിൽഡിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മൂവി ഫ്രാഞ്ചൈസി തന്നെയാണ് മാർവൽ സ്റ്റുഡിയോസ് എന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും മാർവലിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കരധികം പരിത്യാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോഴും മാർവൽ ഒരുമാതിരി ഇഞ്ചിമോ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നല്ല നല്ല സിനിമകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയായിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. സോ ആ ഒരു സിനിമ നല്ലതായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ആ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ വലിയൊരു അടിയായിരിക്കും. വലിയൊരു യൂണിവേഴ്സ് തകർത്തിട്ടാണ് ഡെഡ്പൂൾ വരുന്നതായിട്ടാണ് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. എന്താകുമോ എന്തരോ. സോ ടോപ്പ് 5 സൈഫൈ ഫാന്റസി മൂവി ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റിലെ ടോപ്പ് 1 വരുന്ന മൂവി ഫ്രാഞ്ചൈസിയാണ് പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ. ഞാൻ കണ്ടത് വെച്ച് എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി ഫ്രാഞ്ചൈസി തന്നെയാണ് ഈ പറയുന്ന പൈററ്റ്സ് ഓഫ് കരീബിയൻ എന്ന് പറയുന്നത്. മൊത്തം 5 സിനിമകളാണ് ഈ ഒരു ഫ്രാഞ്ചൈസിയിലുള്ളത്. സോ ഈ ഒരു ഫ്രാഞ്ചൈസി എല്ലാവരെ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഒരാളാണ്, വേറെ ആരുമില്ല, നമ്മുടെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. സോ അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ജോണി ഡെപ്പ് തന്നെയാണ്. കാരണം ജോണി ഡെപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി ഈ ഒരു ലെവലിലോട്ട് ഒരിക്കലും പോകില്ലായിരുന്നു. അതുപോലെ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ജോണി ഡെപ്പിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു സൈഡ് ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സീരീസിലോട്ട് ഇൻട്രൊഡക്ഷൻ നടത്തിയെങ്കിൽ തന്നെയും ഫസ്റ്റ് സിനിമയിൽ തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയ ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ഈ ഒരു സീരീസിന്റെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഫേവറേറ്റ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് മനസ്സിലാക്കിയ ഇതിന്റെ മേക്കേഴ്സ് പിന്നീട് അങ്ങോട്ട് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് സിനിമകൾ മേക്ക് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഈ ഒരു സിനിമയുടെ ഒരു നെഗറ്റീവ് ആണെന്ന് പറയണം. എന്നാൽ എനിക്ക് അത് തന്നെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ആ ഒരു ആടിക്കുഴഞ്ഞുള്ള ആട്ടവും എല്ലാത്തിലുള്ള സംസാരവും അതൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ ഡിഫറൻറ്റ് ആക്കുന്നത് തന്നെ. സോ നിങ്ങൾ ഈ പറയുന്ന മൂവി ഫ്രാഞ്ചൈസി ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇതിന്റെ ഫസ്റ്റ് സിനിമയ്ക്കകത്ത് ഈ പറയുന്ന പോലെ വില്യം ടേർണർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചതിൽ തന്നെയും ക്ലിയർ ഗോൾ അടിച്ചത് മൊത്തം നമ്മുടെ ജാക്ക് സ്പാരോ ആണ്. സോ അതുകൊണ്ട് തന്നെ ജാക്ക് സ്പാരോ മെയിനായിട്ട് ഫോക്കസ് ചെയ്താണ് പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളെല്ലാം വന്നിട്ടുള്ളത്. അതിൽ തന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് അതിൻ്റെ 2-3 സിനിമകളായിട്ടുള്ള ഡെഡ് മാൻസ് ചെസ്റ്റും അതുപോലെ അറ്റ് ദ വേൾഡ്സ് എൻഡും ആണ്. ഈ 2 സിനിമകൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് 5ാമത്തെ സിനിമയായിട്ടുള്ള ഡെഡ് മാൻ ടെൽസ് നോ ടെയിൽസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഈ 3ഉം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കിട്ടുന്ന സിനിമകൾ തന്നെയാണ്. സോ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ തമിഴ് ഡബ്ബാണ്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ, ഇതിൻ്റെ ഒരു തമിഴ് ഡബ്ബിന് എനിക്ക് ഇച്ചിരി കൂടെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയതാണ്. എന്നറിയത്തില്ല. ഇതിനകത്തെ എനിക്കൊന്ന് 2-3 സിനിമയും അതുപോലെ 5ാമത്തെ സിനിമയ്ക്കകത്തൊരു ഡയലോഗൊക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ ജാക്ക് സ്പാരോയുടെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന ഭാഗത്ത് അവിടെ വെച്ച് ഈ പറയുന്ന പോലെ ഒരു തമിഴ് ഡബ്ബ് എനിക്ക് അത്യാവശ്യം ഗൂസ് ബംസ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഇതിൻ്റെ ഒരു തമിഴ് ഡബ്ബ് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. സോ അതേപോലെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് 6ാമതൊരു സിനിമ വരുന്നുണ്ടെന്നും ആ ഒരു സിനിമയിൽ ജാക്ക് സ്പാരോയുടെ ഒരു ഫീമെയിൽ വേർഷനായിട്ട് നമ്മുടെ മാർഗറ്റ് റോബി വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരു കുറേ റൂമർ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി ഒരു മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് തന്നെ ജാക്ക് സ്പാരോയുടെയാണ്. ആ പുള്ളി ആ ഒരു മനുഷ്യൻ ഇല്ലാതെ മനുഷ്യൻ്റെ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ വെറുതെ കൊണ്ടുവന്ന് വെറുതെ അലമ്പാക്കണ്ടാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കാണണമെന്ന് ഈ ഫാൻസിനൊന്നും അധികം ആഗ്രഹങ്ങളൊന്നുമില്ല. അതുപോലെ അദ്ദേഹത്തിന് ഒരു ചെറിയ ക്യാമിയോ, ഈ പറയുന്ന പോലെ ജോണി ഡെപ്പിൻ്റെ ഒരു ചെറിയ ക്യാമിയോ പോലുണ്ടെന്നൊക്കെ പറയുന്നു. ചിലർ പറയുന്നു ഇതൊരു വേറൊരു സ്റ്റോറി ലൈനിലാണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നതെന്നൊക്കെ. എന്താണെന്നൊന്നും അറിഞ്ഞു.
അറിഞ്ഞുകൂടാ. സോ നമുക്ക് വരുമ്പോൾ അറിയാം ഇനി എന്തൊക്കെയാണ് അവന്മാർ പണി വെക്കുന്നതെന്നുള്ള കാര്യം. സോ ഇത് ഇത്രയാണ് എൻ്റെ ഒരു ടോപ്പ് 5 ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. സോ ഇതിന് നല്ലൊരു എപ്പിസോഡ് കാണാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദിയാൻ സൈൻ ഔട്ട് വിത്ത് ഗൈസ് ഹോപ്പ് മലയാളം.